പോലീസ് സ്റ്റേഷനിലെ അടുക്കളയ്ക്ക് എന്നും ഒരേ താളമായിരുന്നു. രാവിലെ 4:30-ക്ക് തുടങ്ങുന്ന ആ താളം രാത്രി വൈകി എല്ലാവരും ഭക്ഷണം കഴിച്ച് ഇറങ്ങുന്നതുവരെ മുഴങ്ങിക്കൊണ്ടിരിക്കും. ആ ശബ്ദങ്ങൾ ഭവാനിയമ്മയ്ക്ക് സ്വന്തം ഹൃദയമിടിപ്പ് പോലെ പരിചിതമായിരുന്നു. സ്റ്റീൽ പാത്രങ്ങളുടെ കിലുക്കം, തിളച്ച വെള്ളത്തിന്റെ മൂളൽ, കടുക് പൊട്ടുന്ന ശബ്ദം, ഓരോന്നും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. കഴിഞ്ഞ 25 വർഷമായി ഈ അടുക്കളയാണ് അവരുടെ ലോകം. ഈ ചുമരുകൾക്കുള്ളിലാണ് അവർ ജീവിതം കെട്ടിപ്പടുത്തത്. അവർക്ക് സ്വന്തമായി ഒരു കുടുംബമില്ലായിരുന്നു. ചെറുപ്പത്തിൽ മരിച്ച ഭർത്താവ് ഒരു ഓർമ്മ മാത്രമായിരുന്നു. പിന്നീട് കുട്ടികളോ ബന്ധുക്കളോ ഇല്ലാത്ത അവരുടെ ലോകം ഈ പോലീസ് സ്റ്റേഷനിലെ അടുക്കേക്കളയിലേക്കും അവിടുത്തെ പോലീസുകാരിലേക്കും ചുരുങ്ങി. സ്റ്റേഷനിലെ ഓരോ ചെറുപ്പക്കാരനെയും അവർ സ്വന്തം മകനെപ്പോലെ കണ്ടിരുന്നു. അവർക്കായി ഭക്ഷണം ഒരുക്കുന്നത് ഒരു ജോലിയല്ലായിരുന്നു, മറിച്ച് സ്നേഹം പങ്കുവയ്ക്കാനുള്ള ഒരു മാർഗമായിരുന്നു. അവർ ഉണ്ടാക്കുന്ന ഓരോ കറിക്കും ഒരു പ്രത്യേക രുചിയുണ്ടായിരുന്നു. അത് കൈപ്പുണ്യം കൊണ്ടല്ല, മറിച്ച് അതിൽ നിറഞ്ഞ സ്നേഹം കൊണ്ടായിരുന്നു. രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കുമ്പോൾ കിഷോർ എന്ന പോലീസുകാരൻ പറയും, "അമ്മേ, സാമ്പാറിന് അമ്മയുടെ കൈപ്പുണ്യത്തിന്റെ മണം." ഉച്ചയ്ക്ക് ചോറും അവിയലും വിളമ്പുമ്പോൾ മറ്റു ചിലർ പറയും, "അമ്മയില്ലാത്ത എന്റെ വീട്ടിലെ രുചി." ഈ വാക്കുകൾ കേട്ട് ഭവാനിയമ്മയുടെ കണ്ണുകൾ നിറയും. ആരും കാണാതെ അവർ ചിരിക്കും. അതായിരുന്നു അവരുടെ സന്തോഷം. ഒരു ദിവസം ഉച്ചഭക്ഷണം കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകുകയായിരുന്നു ഭവാനിയമ്മ. അപ്പോൾ ഒരു പോലീസുകാരൻ ചോറ് കളയുന്നത് അവർ കണ്ടു. "അയ്യോ മോനെ, ഭക്ഷണം കളയരുത്. ഈ ലോകത്ത് ഒരുപാട് പേർ വിശന്നു നടക്കുന്നുണ്ട്." ഭവാനിയമ്മയുടെ ശബ്ദമിടറി. പോലീസുകാരൻ ഒഴിഞ്ഞുമാറി. ഭവാനിയമ്മയുടെ ഉള്ളിൽ ആ വേദന ഒരു കനലായി നീറി. ആ സമയത്താണ് സ്റ്റേഷന്റെ മതിലിനരികിലുണങ്ങിയ ഇലകൾക്കിടയിൽ അവശനായി വിശന്നു നിൽക്കുന്ന ഒരാളെ അവർ കണ്ടത്. കീറിയ മുണ്ടും പഴകിയ ഷർട്ടും ധരിച്ച താടി നരച്ച നാരായണൻ. അവർ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ ദയനീയത മാത്രമല്ല, ഒരു നിസ്സംഗതയും വേദനയുമുണ്ടായിരുന്നു. അത് ഭവാനിയമ്മയുടെ ഉള്ളിലെ വേദനയെ ഓർമ്മിപ്പിച്ചു. ആ നിമിഷം ഭവാനിയമ്മ തന്റെ പൊതിച്ചോറെടുത്ത് മതിലിനരികിൽ ചെന്നു. നാരായണന് അത് നീട്ടി. അയാൾ ആദ്യം അടിച്ചു, പിന്നെ നന്ദിയോടെ അത് സ്വീകരിച്ചു. അവർക്കിടയിൽ വാക്കുകളില്ല, ഒരു നോട്ടം മാത്രം. ആ നോട്ടം മതിയായിരുന്നു അവരുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധമുറപ്പിക്കാൻ. അന്നുമുതൽ അത് ഒരു ദിനചര്യയായി. ദിവസവും അവർ അയാൾക്ക് ഭക്ഷണം കൊടുക്കും. അയാൾ നന്ദിയോടെ ഒരു നോട്ടം നൽകും. ഭവാനിയമ്മയുടെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം ലഭിച്ചു. തന്റെ സ്നേഹം സ്വീകരിക്കാൻ ഒരു മനസ്സുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. പോലീസ് സ്റ്റേഷനിലെ പഴയ ചുമരുകൾക്ക് പോലും ഭവാനിയമ്മയുടെ തിരക്ക് പരിചിതമായിരുന്നു. പക്ഷേ ഒരു ദിവസം പുതിയ എസ്.ഐ. കിഷോർ എത്തി. പുതിയ തലമുറയുടെ ആവേശവും കർക്കശ സ്വഭാവവുമുള്ള ഉദ്യോഗസ്ഥൻ. സ്റ്റേഷന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അയാൾ വന്നു. സ്റ്റേഷന്റെ ഓരോ കോണും വൃത്തിയാക്കാൻ നിർദ്ദേശിച്ചു. പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. കിഷോർ വന്നതോടെ അടുക്കളയിലെ അന്തരീക്ഷം മാറി. അയാളുടെ കണ്ണിൽ ഭവാനിയമ്മയുടെ അടുക്കള ഒരു സാധാരണ അടുക്കള മാത്രമായിരുന്നു. അതിലെ സ്നേഹമോ സൗഹൃദമോ അയാൾക്ക് വിഷയമല്ല. റൂൾസ് ആർ റൂൾസ് എന്നതായിരുന്നു അയാളുടെ. "മോനെ, ഇത് എന്റെ ഉച്ചഭക്ഷണമാണ്. തിരക്കിൽ ചിലപ്പോൾ കഴിക്കാൻ സമയം കിട്ടില്ല." ഭവാനിയമ്മ വിനയത്തോടെ മറുപടി പറഞ്ഞു. അയാൾക്ക് സംശയം തോന്നിയെങ്കിലും കൂടുതൽ ചോദിക്കാതെ മടങ്ങി. പിന്നീട് സ്റ്റേഷന്റെ സുരക്ഷയ്ക്കായി ഒരു ക്യാമറ സ്ഥാപിച്ചു. അടുക്കളയിലെ ഓരോ നീക്കവും നിരീക്ഷിക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു അത്. ഭവാനിയമ്മയുടെ മനസ്സിലൊരു ചെറിയ ഭയം കടന്നുവന്നു. താൻ നാരായണന് ഭക്ഷണം കൊടുക്കുന്നത് ഇനി എങ്ങനെ? എങ്കിലും ആഴ്ചകളോളം അവർ ക്യാമറയുടെ ശ്രദ്ധയിൽപ്പെടാതെ ഭക്ഷണം നൽകി. അത് ഒരു ഒളിച്ചുകളി പോലെയായി. ഒരു കറുത്ത മഴയുള്ള രാത്രി. പേമാരിയിൽ നാരായണൻ മതിലിനു സമീപം തണുത്തുവിറച്ചു നിന്നു. ഭവാനിയമ്മയ്ക്ക് അത് കണ്ടപ്പോൾ ഉള്ളുപിടഞ്ഞു. അയാൾക്ക് ചൂടുള്ള എന്തെങ്കിലും കൊടുക്കാൻ അവർ ആഗ്രഹിച്ചു. ആരും കാണാതെ ചൂടുള്ള കഞ്ഞി ഒരു പാത്രത്തിലാക്കി. സ്റ്റേഷന്റെ പുറകുവശത്തേക്ക് നടന്നു. ക്യാമറയുടെ ദൃഷ്ടിയിൽ നിന്ന് ഒഴിഞ്ഞുമാറി. മതിലിന്റെ ഒരു വശത്തോടെ കഞ്ഞി നാരായണന് നൽകി. പക്ഷേ മഴ നനഞ്ഞ ക്യാമറ ലെൻസിൽ പ്രതിഫലിച്ച വെളിച്ചത്തിൽ ആ ദൃശ്യം വ്യക്തമായി പതിഞ്ഞു. ഭവാനിയമ്മയുടെ നല്ല മനസ്സ് അവരുടെ ജോലിക്ക് ഭീഷണിയായി. പിറ്റേ ദിവസം രാവിലെ S.I. കിഷോർ ഭവാനിയമ്മയെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ഭവാനിയമ്മയുടെ നെഞ്ച് പെരുമ്പറ കൊട്ടാൻ തുടങ്ങി. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യമായ സ്നേഹം ഇപ്പോൾ വിനയായി മാറിയെന്ന് അവർ തിരിച്ചറിഞ്ഞു. കിഷോറിന്റെ മുറിയിലേക്ക് ഭവാനിയമ്മ നടന്നു. 25 വർഷം സേവിച്ച ആ സ്റ്റേഷനിലെ ഓരോ ചുവടും വീട് പോലെയായിരുന്നു. എന്നാൽ ഇന്ന് ഓരോ വാതിലും അപരിചിതമായി തോന്നി.
കിഷോർ കമ്പ്യൂട്ടർ സ്ക്രീനിൽ എന്തോ ശ്രദ്ധിച്ചു നോക്കുകയായിരുന്നു. ഭവാനിയമ്മയെ കണ്ടപ്പോൾ ഗൗരവത്തോടെ നോക്കി. "ഇവിടെ ഇരിക്കൂ ഭവാനിയമ്മേ," അയാൾ കസേര ചൂണ്ടിപ്പറഞ്ഞു. ഭവാനിയമ്മ വിറയലോടെയിരുന്നു. കിഷോർ ഒരു വീഡിയോ പ്ലേ ചെയ്തു. മഴ നനഞ്ഞ രാത്രി. ഒരു സ്ത്രീ. "ഇതെന്താണ് ഭവാനിയമ്മേ?" കിഷോറിന്റെ ശബ്ദത്തിൽ ദേഷ്യം. "ഭക്ഷണം പാഴാക്കരുതെന്ന് നിങ്ങൾ പറയും, എന്നിട്ടിങ്ങനെ ഒളിച്ചു ചെയ്യും." ഭവാനിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. "മോനെ, അയാൾ പാവമാണ്. വിശന്നിട്ട് വയറ്റിലൊന്നുമില്ലായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ സങ്കടം വന്നു. ഇവിടെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ പാടില്ല. ഇത് പോലീസ് സ്റ്റേഷനാണ്," എസ്ഐ ദേഷ്യത്തോടെ പറഞ്ഞു. "നിന്നെപ്പോലെ ഒരാൾക്ക് സ്റ്റേഷന്റെ വിവരങ്ങൾ ചോർത്തിക്കൊടുക്കാനും കഴിയും." "എന്റെ മോനെ, ഞാനങ്ങനെ ചെയ്തിട്ടില്ല." ഭവാനിയമ്മയുടെ ശബ്ദം ഇടറി. "ക്ഷമിക്കണം ഭവാനിയമ്മേ, എന്റെ കയ്യിൽ വേറെ വഴിയില്ല. നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു." ആ വാക്കുകൾ ഒരു ഇടിമിന്നൽ പോലെ ഭവാനിയമ്മയെ തകർത്തു. 25 വർഷം. അവരുടെ ജീവിതം, സ്വപ്നങ്ങൾ എല്ലാം അവസാനിച്ചു. ലോകം കറങ്ങുന്നതുപോലെ തോന്നി. കണ്ണീർ കവിളുകളിലൂടെ ഒഴുകി. കിഷോർ അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാതെ ഉറച്ചുനിന്നു. "പുറത്ത് നിന്റെ ശമ്പളവും PF ഫയലും റെഡിയാണ്." ഭവാനിയമ്മയൊന്നും പറയാതെ എഴുന്നേറ്റു. മനസ്സ് ശൂന്യമായിരുന്നു. പുറത്തേക്കിറങ്ങിയപ്പോൾ ആരും അവരെ നോക്കിയില്ല. പഴയ അടുക്കളയുടെ മുൻപിൽ ഒരു നിമിഷം നിന്നു. കണ്ണുകൾ ആ മുറിയുടെ ഓരോ കോണിലും തങ്ങിനിന്നു. ആ അടുക്കള വെറും ജോലിസ്ഥലമല്ല, അവരുടെ ജീവിതമായിരുന്നു. ഓർമ്മകൾ ഒരു നദി പോലെ ഒഴുകിപ്പോയി. മഴ വീണ്ടും പെയ്തു. കണ്ണീരിനോട് കലർന്ന് മഴത്തുള്ളികൾ നിലത്തേക്ക് വീണു. അപമാനിതയായി ഒറ്റപ്പെട്ട് സ്റ്റേഷന്റെ പടിയിറങ്ങി. "ഇനി ഞാൻ എങ്ങോട്ടു പോകും?" മനസ്സ് മന്ത്രിച്ചു. നാരായണൻ പതിവായി ഇരിക്കാറുള്ള മതിലിനരികിലേക്ക് നടന്നു. അവിടെ അയാൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. മഴ ശക്തമായി പെയ്തു. കണ്ണീരിനെ മറച്ച് മഴത്തുള്ളികൾ ഒഴുകി. കാലുകൾക്ക് ലക്ഷ്യമില്ല, എങ്കിലും നടന്നു. മനസ്സ് ശൂന്യമായിരുന്നു. ഹൃദയം വേദനിച്ചു. എവിടേക്കാണ് പോകുന്നത്? എന്തു ചെയ്യും? ഉത്തരമില്ല. രാത്രിയായി. വിശപ്പും തണുപ്പും തളർത്തി. ഒരു ബസ് സ്റ്റോപ്പിന്റെ ഒഴിഞ്ഞ മൂലയിൽ ഒതുങ്ങി. നാരായണനെ ഓർത്തു. അയാൾ എത്ര ദിവസങ്ങൾ വിശന്ന് അലഞ്ഞിട്ടുണ്ടാകാം. തന്റെ വേദന അയാളുടെ മുന്നിലൊന്നുമല്ല. എങ്കിലും താൻ കാരണം അയാൾക്ക് ഭക്ഷണം നഷ്ടമായല്ലോ. ആ ചിന്ത കൂടുതൽ തളർത്തി. പെട്ടെന്നൊരു കാർ ബസ് സ്റ്റോപ്പിന് മുന്നിൽ നിന്നു. അതിൽ നിന്നിറങ്ങിയത് എസ്ഐ കിഷോർ. ഭവാനിയമ്മ ആശ്വാസം തോന്നി. പക്ഷേ അയാൾ തന്നെ അപമാനിതയാക്കിയത് ഓർത്ത് ഒഴിഞ്ഞുമാറി. "ഭവാനിയമ്മേ, ഞാൻ നിന്നെ തിരക്കിയിറങ്ങിയതാണ്. നിന്നെ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വന്നു," കിഷോർ പറഞ്ഞു. ഭവാനിയമ്മയൊന്നും പറയാതെ നോക്കി. "എനിക്ക് തെറ്റിപ്പോയി. നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ ചെയ്തത് തെറ്റാണ്," കിഷോർ തുടർന്നു. "നീ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയത് ഞാൻ തെറ്റിദ്ധരിച്ചു. എന്റെ കാരണം നിനക്ക് ജോലി നഷ്ടമായി." "സാരമില്ല മോനെ, എന്റെ വിധി അങ്ങനെയായിരുന്നു." ഭവാനിയമ്മയുടെ ശബ്ദമിടറി. "നീ എന്റെ കൂടെ വരണം. ഞാൻ നിനക്കൊരു ജോലി വാങ്ങിത്തരാം," കിഷോർ വാഗ്ദാനം ചെയ്തു. "എനിക്കിനി ആരുടെയും സഹായം വേണ്ട മോനെ," ഭവാനിയമ്മ വിനയത്തോടെ പറഞ്ഞു. "ഞാൻ എന്റെ വഴിക്ക് പോകട്ടെ." കിഷോറിന് ആ മറുപടിയിൽ വേദന തോന്നി. എന്തു ചെയ്യണമെന്ന് അറിയാതെ നിന്നു. അപ്പോൾ ഒരു ആംബുലൻസും കുറേ കാറുകളും സ്റ്റേഷന്റെ വഴിയിലേക്ക് തിരിഞ്ഞു. ഭവാനിയമ്മയും കിഷോറും അത്ഭുതത്തോടെ നോക്കി. "ആരാണ് മരിച്ചത്?" ഭവാനിയമ്മ ചോദിച്ചു. "അറിയില്ല. ആരോ ഒരു വലിയ മനുഷ്യൻ മരിച്ചു എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ രോഗിയായിരിക്കാം," കിഷോർ പറഞ്ഞു. അവർക്കറിയില്ലായിരുന്നു ആ ആംബുലൻസിൽ നാരായണനാണെന്ന്. ആശുപത്രിയിൽ നാരായണൻ ഒരു പുലർച്ചെ ബസ് സ്റ്റോപ്പിന്റെ തണുത്ത തറയിൽ ഭവാനിയമ്മ കണ്ണു തുറന്നു. മനസ്സ് ശൂന്യമായിരുന്നു. വിശപ്പും ദാഹവും തളർത്തി. സൂര്യരശ്മികൾ മുഖത്ത് പതിച്ചു. ജീവിതം പുതിയ ദിവസത്തിലേക്ക് കടന്നു. പക്ഷേ ആ ദിവസം എന്താണ് കരുതിവച്ചതെന്നറിയില്ല. അടുത്തുള്ള ഒരു ചായക്കടയിലേക്ക് നടന്നു. ഒരു ചായ കുടിച്ചാൽ മനസ്സിനും ശരീരത്തിനും ആശ്വാസം ലഭിക്കുമെന്ന് തോന്നി. കടയിൽ ആളുകൾ കുറവായിരുന്നു. ചായ ഉണ്ടാക്കുന്നവൻ ഒരു പുഞ്ചിരി നൽകി. "ഒരു ചായ തരുമോ മോനെ?" ഭവാനിയമ്മ ചോദിച്ചു. ചായ ഉണ്ടാക്കുന്നതിനിടെ കടക്കാരൻ ഒരു പത്രം നീട്ടി. "ഇതൊന്ന് വായിച്ചു നോക്കുവമ്മേ. ഇന്നത്തെ വലിയ വാർത്തയാണ്." വാർത്തകളിൽ താൽപ്പര്യമില്ലായിരുന്നു. എങ്കിലും നിർബന്ധിച്ചപ്പോൾ പത്രമെടുത്തു. 1-ാം പേജിൽ ഒരു ചിത്രം. നാരായണന്റേത്. പക്ഷേ വൃത്തിയുള്ള വസ്ത്രങ്ങളിൽ തിളക്കമുള്ള കണ്ണുകളോടെ. ഭവാനിയമ്മ ഞെട്ടി. പത്രം താഴെ വീണു. "എന്താ അമ്മേ?" കടക്കാരൻ ചോദിച്ചു. ഭവാനിയമ്മ ഒന്നും പറയാതെ പത്രത്തിലേക്ക് നോക്കി. "അതാണ് ഞാൻ പറഞ്ഞത്.
പാവപ്പെട്ടവനെന്ന് വിചാരിച്ച ഒരാൾ കോടീശ്വരനായിരുന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു. കടക്കാരൻ പറഞ്ഞു. ഭവാനിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. പത്രത്തിൽ നാരായണന്റെ കഥ വിശദമായി എഴുതിയിരുന്നു. ചെറുപ്പത്തിൽ അനാഥനായിരുന്നു. പിന്നീട് വ്യവസായിയായി. ജീവിതത്തിന്റെ അവസാന നാളുകളിൽ സാധാരണക്കാരന്റെ വേഷത്തിൽ നഗരത്തിൽ അലഞ്ഞു. ഒരു പോലീസ് സ്റ്റേഷനിലെ പാചകക്കാരിയോട് പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. നാരായണനുവേണ്ടി ചെയ്ത കാര്യങ്ങളിൽ അഭിമാനം തോന്നി. ലോകം അയാളെ തെരുവ് വൃദ്ധനായി കണ്ടപ്പോൾ താൻ മാത്രം അയാളുടെ വിശപ്പും ദുരിതവും മനസ്സിലാക്കി. ജോലി നഷ്ടപ്പെട്ട ദുഃഖം മറന്നു. ലോകം മാറിയതുപോലെ തോന്നി. നാരായണൻ സാധാരണക്കാരനല്ല. തന്റെ ജീവിതത്തിന്റെ വലിയ ഭാഗമായിരുന്നു. കണ്ണുകൾ നിറഞ്ഞു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം മനസ്സിൽ ഒരു പ്രകാശം തെളിഞ്ഞു. നാരായണൻ തന്റെ ജീവിതം നയിക്കാനായിപ്പോയി. സ്നേഹമാണ് ഏറ്റവും വലിയ സത്യമെന്ന് അവർ പഠിച്ചു. ചായക്കടയിൽ നിന്ന് പുറത്തിറങ്ങി. നാരായണന്റെ കഥ അവരുടെ ദുഃഖത്തെ ആശ്വാസമാക്കി. ഓർമ്മകൾ ഒരു പുഴ പോലെ ഒഴുകി. പുതിയ ജീവിതം തുടങ്ങണമെന്ന് തോന്നി. വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ചപ്പോൾ കടങ്ങളുണ്ടായിരുന്നു. അവ വീട്ടാൻ പോലീസ് സ്റ്റേഷനിൽ ജോലിക്ക് കയറി. കഠിനാധ്വാനത്താൽ കടങ്ങൾ തീർത്തു. പക്ഷേ വീടോ ബാങ്ക് അക്കൗണ്ടോ സ്വന്തമാക്കിയില്ല. ജോലി ചെയ്ത വീട്ടിൽ ഒരു മുറിയും അടുക്കേക്കളയും മാത്രമായിരുന്നു. പത്രവുമായി വഴിയിലൂടെ നടന്നു. നാരായണന്റെ യഥാർത്ഥ ജീവിതം മനസ്സിലാക്കി. തനിക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് തോന്നി. ആരെയും ആശ്രയിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കണം. ആ ചിന്ത ശക്തി നൽകി. താമസിച്ചിരുന്ന വീട്ടിലേക്ക് പോയി. തുണികളും പുസ്തകങ്ങളും ഒരു ബാഗിലാക്കി. ജോലി നഷ്ടപ്പെട്ട ദുഃഖം മാറി. പുതിയ ജീവിതം തുടങ്ങാൻ ധൈര്യം ലഭിച്ചു. ഒരു ചെറിയ ഹോട്ടൽ തുടങ്ങണമെന്ന് സ്വപ്നം കണ്ടിരുന്നു. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം. ആ സ്വപ്നങ്ങൾ നടക്കുമെന്ന് ഇപ്പോൾ വിശ്വസിച്ചു. സ്റ്റേഷന്റെ മതിലിനടുത്തെത്തി. കണ്ണുകൾ നിറഞ്ഞു. നാരായണൻ ഇരുന്നിരുന്ന സ്ഥലത്ത് ഒരു പൂവ് വെച്ച് പ്രാർത്ഥിച്ചു. നിനക്ക് നന്ദി മോനെ. നീ എനിക്കൊരു ജീവിതം തന്നു. ഞാൻ നിനക്കുവേണ്ടി ജീവിക്കാം. കിഷോറിന്റെ അടുത്തേക്ക് നടന്നു. അവരെ കണ്ട് കിഷോർ, അറിയില്ല ഭവാനിയമ്മേ, കിഷോർ പറഞ്ഞു. ഒരു വൃദ്ധൻ മരിച്ചു എന്ന് മാത്രമാണ് ഞങ്ങൾക്കറിയാം. ഭവാനിയമ്മ ചിരിച്ചു. അവൻ തെരുവ് വൃദ്ധനല്ല, കോടീശ്വരനായിരുന്നു. സ്നേഹം തേടി നടന്നവൻ. എന്നോട് പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. നിന്നെ പുറത്താക്കിയപ്പോൾ അവൻ എന്നെ അന്വേഷിച്ചു. കിഷോർ അത്ഭുതത്തോടെ നോക്കി. ഭവാനിയമ്മയുടെ ശക്തിയും ധൈര്യവും അവനെ അമ്പരപ്പിച്ചു. ഇനി എനിക്ക് പോകാൻ സമയമായി. നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. എന്റെ പുതിയ യാത്രയിൽ നീ തന്ന പിന്തുണ ഞാൻ മറക്കില്ല, ഭവാനിയമ്മ പറഞ്ഞു. സ്റ്റേഷനിൽ നിന്നിറങ്ങുമ്പോൾ പുതിയ സൂര്യോദയം തെളിഞ്ഞതുപോലെ തോന്നി. പഴയ ജീവിതം അവസാനിച്ചു. പുതിയ ജീവിതം തുടങ്ങുന്നു. നാരായണന്റെ കഥ അവർക്ക് ധൈര്യം നൽകി. പട്ടണത്തിൽ ഒരു ചെറിയ മുറി വാടകയ്ക്കെടുത്തു. ഹോട്ടൽ തുടങ്ങാൻ അനുയോജ്യമല്ലെങ്കിലും തത്കാലം താമസിക്കാമെന്ന് തീരുമാനിച്ചു. വാടക കൊടുത്തപ്പോൾ പണം തീർന്നു. മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് നിശ്ചയമില്ല. മുറിയിൽ തനിച്ചിരിക്കുമ്പോൾ നാരായണന്റെ ഓർമ്മകൾ വന്നു. അപ്പോൾ വാതിലിൽ മുട്ടുകേട്ടു. തുറന്നപ്പോൾ ഒരു പോസ്റ്റ്മാൻ. നീ ഭവാനിയമ്മയല്ലേ? പോസ്റ്റ്മാൻ ചോദിച്ചു. അതെ, ഞാനാണ്. ഭവാനിയമ്മ മറുപടി നൽകി. നാരായണൻ അയച്ച കത്താണ്. അവന്റെ വക്കീൽ എന്നെ ഏൽപ്പിച്ചു, പോസ്റ്റ്മാൻ പറഞ്ഞു. വിറയലോടെ കത്ത് വാങ്ങി. പോസ്റ്റ്മാൻ പോയി. കസേരയിലിരുന്ന് കത്ത് തുറന്നു. അതിൽ ഒരു താക്കോലും രേഖകളും. ഒരു ഹോട്ടലിന്റെയും. ആ രാത്രി പുതിയ വീട്ടിലിരുന്ന് നാരായണനെ ഓർത്തു. ഓർമ്മകൾ മിന്നിമറഞ്ഞു. നാളെ മുതൽ പുതിയ ജീവിതം തുടങ്ങണം. നാരായണന്റെ ആത്മാവിനു വേണ്ടി ജീവിക്കണം. പിറ്റേന്ന് കിഷോറിനെ വിളിച്ചു. എല്ലാം പറഞ്ഞു. കിഷോർ അത്ഭുതപ്പെട്ടു. പുതിയ ജീവിതത്തിന് ആശംസകൾ നേർന്നു. ബാങ്കിൽ പോയി. നാരായണന്റെ വക്കീലിനെ കണ്ടു. വക്കീൽ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. വലിയ ഹോട്ടൽ. ഞെട്ടിപ്പോയി. തന്റെ സ്വപ്നത്തിനപ്പുറമായിരുന്നു. ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. നാരായണനോട് നന്ദി പറഞ്ഞു. അവനാണ് തന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഹോട്ടലിന്റെ ഗേറ്റിൽ ഒരു ബോർഡ്. സ്നേഹതീരം. കണ്ണുകൾ നിറഞ്ഞു. നാരായണൻ ആ പേര് കൊടുത്തതാണോ? ഹോട്ടലിനുള്ളിൽ കടന്നപ്പോൾ ആശയങ്ങൾ വന്നു. വരുന്നവർക്ക് ഭക്ഷണം മാത്രമല്ല, സ്നേഹവും സമാധാനവും നൽകണം. ആരും വിശന്നു മടങ്ങരുത്. ജോലിക്കാരെ വിളിച്ചു. എന്റെ പേര് ഭവാനിയമ്മ. ഇന്നുമുതൽ ഈ ഹോട്ടലിന്റെ ഉടമ ഞാനാണ്. ഇത് വെറും ഹോട്ടലല്ല, വിശപ്പ് മാറ്റാനുള്ള ഇടമാണ്. ഭക്ഷണം പാഴാക്കരുത്. ആർക്കും ഭക്ഷണം നിഷേധിക്കരുത്. നാരായണൻ വെച്ചിരുന്ന പാചകക്കാരൻ ചിരിച്ചു. അമ്മേ, നാരായണൻ സാർ പറഞ്ഞു, ഒരുപാട് പേരുടെ വിശപ്പ് മാറ്റണം. ഭവാനിയമ്മ സന്തോഷം കൊണ്ട് വിറച്ചു.
കുറച്ച് ദിവസങ്ങൾ ഹോട്ടലിൽ തന്നെ. രാത്രിയിൽ ഉറങ്ങിയില്ല. ഓരോ മുക്കും മൂലയും വൃത്തിയാക്കി. പുതിയ പെയിന്റ്, പുതിയ കസേരകളും മേശകളും എല്ലാം ഒറ്റയ്ക്ക്. നാരായണന്റെ ആത്മാവ് കൂടെയുണ്ടെന്ന് തോന്നി. ഹോട്ടൽ തുറന്ന ദിവസം സന്തോഷം കൊണ്ട് വിറച്ചു. നാരായണന്റെ ഫോട്ടോ വെച്ച് പൂക്കളിട്ടു. മോനെ, നിന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റും. ഈ ഹോട്ടൽ ഒരുപാട് പേർക്ക് ആശ്വാസമാകും. ആദ്യം വന്നത് പാവപ്പെട്ട കുട്ടികൾ. സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വിളമ്പി. കുട്ടികളെ നോക്കി പുഞ്ചിരിച്ചു. അവർ നന്ദി പറഞ്ഞു. ഭവാനിയമ്മ അവരുടെ തലയിൽ തലോടി. പിന്നീട് ആളുകൾ കൂട്ടമായി വന്നു. ഭവാനിയമ്മയുടെ സ്നേഹവും ഭക്ഷണവും ഇഷ്ടപ്പെട്ടു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഹോട്ടൽ പട്ടണത്തിൽ പ്രശസ്തമായി. ഒരു വൈകുന്നേരം ഒരു കാർ വന്നു. കിഷോർ എസ്ഐയും പോലീസുകാരും. ഭവാനിയമ്മ, ഈ ഹോട്ടൽ നിന്റെയാണെന്ന് വിശ്വസിക്കാനായില്ല. നിന്റെ സ്വപ്നത്തിനപ്പുറമാണ്, കിഷോർ പറഞ്ഞു. ഭവാനിയമ്മ ചിരിച്ചു. അവരെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു. ഹോട്ടലിന് പുറത്ത് ഒരു ബോർഡ്. വിശക്കുന്നവർക്ക് സൗജന്യ ഭക്ഷണം. പാവപ്പെട്ടവർ വന്നു. സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വിളമ്പി. അവരുടെ സന്തോഷം കണ്ടപ്പോൾ നാരായണനുമായി സംസാരിക്കുന്നതുപോലെ തോന്നി. നിന്റെ സ്വപ്നമാണ് ഞാൻ നിറവേറ്റുന്നത് മോനെ. പഴയ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. നാരായണൻ ആശുപത്രിയിലായിരുന്നപ്പോൾ എല്ലാ മാസവും തന്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചിരുന്നു. ഒരുപക്ഷെ താൻ ജോലി ഉപേക്ഷിച്ചാൽ ബുദ്ധിമുട്ടരുതെന്ന് കരുതി. ആ സ്നേഹം കണ്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞു. കിഷോറിനെ വിളിച്ചു. നാരായണൻ തന്റെ ആത്മാവിനുവേണ്ടി ജീവിച്ചവനാണ്. പണത്തിനേക്കാൾ വലുത് സ്നേഹമാണ്. അവന്റെ സ്നേഹം ഒരുപാട് പേർക്ക് വെളിച്ചമാകും. നിന്റെ കാരണം, കിഷോർ പറഞ്ഞു. ഭവാനിയമ്മ സന്തോഷിച്ചു. ദുഃഖങ്ങൾ മറന്നു. സ്നേഹതീരം ഒരുപാട് പേർക്ക് പ്രതീക്ഷയായി. ഭക്ഷണം മാത്രമല്ല, സ്നേഹവും സമാധാനവും ലഭിച്ചു. ഒരു വൈകുന്നേരം നാരായണന്റെ ഫോട്ടോയ്ക്ക് മുന്നിലിരുന്നു. നീ ഒരുപാട് സ്നേഹമുള്ള മനുഷ്യനാണ്. നിന്റെ സ്നേഹം ഒരുപാട് പേരുടെ ജീവിതം മാറ്റി. ഞാൻ നിന്റെ ആത്മാവിനുവേണ്ടി ജീവിക്കും. ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. നാരായണൻ ചിരിക്കുന്നതായി തോന്നി.